ഹായ് ഹലോ മൈ ഡിയേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സും അതുപോലെ ആ തിയറി ഉപയോഗിച്ച് ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഷേപ്പും ഒക്കെ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ VSEPR തിയറി ഉപയോഗിച്ച് അമോണിയയുടെയും വാട്ടർ മോളിക്യൂൾസിൻ്റെയും ഷേപ്പ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. എക്സ്പ്ലനേഷൻ ഓഫ് ഷേപ്സ് ഓഫ് അമോണിയ ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ബൈ VSEPR തിയറി. അപ്പോൾ നമുക്ക് ആദ്യം അമോണിയ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെ VSEPR തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. VSEPR തിയറി ഉപയോഗിച്ച് എങ്ങനെ അമോണിയ മോളിക്യൂളിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിൽ സെൻട്രൽ ആറ്റം ആയിട്ടുള്ള നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? 2, 5 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഈ 5 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നൈട്രജനിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമുക്ക് വരച്ച് നോക്കാം. 1, 2, 3, 4 and 5 അല്ലേ. ഇങ്ങനെ 5 ഇലക്ട്രോൺസ് ആണ് നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഇതിൽ ഇനി 3 ഹൈഡ്രജനുമായിട്ടാണ് നൈട്രജൻ ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ, രണ്ടാമത്തെ ഹൈഡ്രജൻ, മൂന്നാമത്തെ ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ്റെ ഒക്കെ അടുത്ത് എന്തുണ്ട്? ഓരോ ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഹൈഡ്രജൻ്റെ അടുത്തൊക്കെ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ അടുത്തുള്ള ഇലക്ട്രോണാണിത്. അങ്ങനെ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. അപ്പം നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ മൊത്തം എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്? എത്ര ഉണ്ട്? 4 ഇലക്ട്രോൺ പെയേഴ്സ്. എങ്ങനെയാണ്? ഒരു ഇലക്ട്രോൺ പെയർ ഇതാ, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അങ്ങനെ 4 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. അതിൽ 3 ബോണ്ട് പെയേഴ്സ് ആണ്. ഏതൊക്കെയാണ് ബോണ്ട് പെയേഴ്സ്? 1, 2 and 3. ഈ 3 ഇലക്ട്രോൺ പെയേഴ്സ് ഉപയോഗിച്ചാണ് ഇവിടെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയേഴ്സ്. അപ്പോൾ 3 ബോണ്ട് പെയേഴ്സ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട് അല്ലേ, ഈ ഇലക്ട്രോൺ പെയർ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. എത്ര ഉണ്ട്? ഒരു ലോൺ പെയർ ആണ് ഇവിടെ ഉള്ളത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ 4 വാലൻസ് ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് പഠിച്ചിരിക്കുന്നത്? ടെട്രാഹീഡ്രൽ ഷേപ്പാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ. 4 വാലൻസ് ഇലക്ട്രോൺ പെയേഴ്സ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ വി എക്സ്പെക്റ്റ് എ ടെട്രാഹീഡ്രൽ ഷേപ്പ്. പക്ഷേ ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ എന്താണ്? ലോൺ പെയർ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ടെട്രാഹീഡ്രൽ ഷേപ്പ് അല്ല നമുക്ക് കിട്ടുന്നത്, പകരം ട്രൈഗണൽ പിരമിഡൽ സ്ട്രക്ചറാണ്. കാരണം ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോണ്ട് പെയർ റിപ്പൽഷനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം അമോണിയ അഡോപ്റ്റ്സ് ട്രൈഗണൽ പിരമിഡൽ സ്ട്രക്ചർ. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. നൈട്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇനി ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് ശരിക്കും ടെട്രാഹീഡ്രൽ ആവേണ്ടതിന് പകരം ട്രൈഗണൽ പിരമിഡൽ സ്ട്രക്ചറാണ് നമ്മുടെ അമോണിയയ്ക്ക് ഉള്ളത്. ഇനി ബോണ്ട് ആംഗിൾ നോക്കാം. ശരിക്കും ടെട്രാഹീഡ്രൽ ആയിരുന്നെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു? ബോണ്ട് ആംഗിൾ എത്രയാവുമെന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്? 109.5 ഡിഗ്രി ആയിരുന്നു ആവേണ്ടിയിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ട്രൈഗണൽ പിരമിഡൽ സ്ട്രക്ചറാണ്. ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബോണ്ട് പെയേഴ്സ് ലോൺ പെയറിൽ നിന്ന് അകലെ നിൽക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇവർ അടുത്തേക്ക് വരും, ലോൺ പെയറിൽ നിന്ന് അകന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ബോണ്ട് ആംഗിൾ ഇൻ അമോണിയ ഈസ് 107 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പിന്നെ ആംഗിൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അമോണിയയുടെ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഇൻ അമോണിയ ദ സെൻട്രൽ ആറ്റം നൈട്രജൻ ഹാസ് 5 വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ. അമോണിയയ്ക്ക് സെൻട്രൽ ആറ്റമായ നൈട്രജനിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. എമംഗ് ദീസ് എത്രണ്ണം യൂസ് ചെയ്തു? 3 ഇലക്ട്രോൺസ്, 3 ഇലക്ട്രോൺസ് അല്ലേ. നൈട്രജൻ്റെ 3 ഇലക്ട്രോൺസ് യൂസ് ചെയ്ത് 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു.
പിന്നെ ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് അവിടെ ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ മൊത്തം 4 വാലൻസ് ഇലക്ട്രോൺ പെയർ ഉണ്ട്. സോ വി എക്സ്പെക്ട് എ ടെട്രാഹീഡ്രൽ ഷേപ്പ്. But due to the presence of this lone pair, what happens? ഈ ലോൺ പെയർ ഉള്ള കാരണം എന്ത് സംഭവിക്കും? The shape of molecule is distorted. അല്ലേ, ആ മോളിക്യൂളിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരികയാണ്. ഇറ്റ് അഡോപ്റ്റ്സ് എ ട്രൈഗണൽ പിരമിഡൽ സ്ട്രക്ചർ. ഒരു ട്രൈഗണൽ പിരമിഡൽ സ്ട്രക്ചറാണ് ഈ മോളിക്യൂളിന് കിട്ടുന്നത്. The bond angle of NH3 എത്രയാണ്? It is 107 degree. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത അമോണിയ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എഴുതുന്ന രീതിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കുക, അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക കേട്ടോ. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതൊന്ന് വേഗം നോട്ടിലേക്ക് പകർത്തു കേട്ടോ. അപ്പോൾ മക്കളെ എല്ലാവരും എഴുതിയെടുത്തല്ലോ അല്ലേ അമോണിയ മോളിക്യൂളിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഈ VSEPR തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നോക്കാം. H2O മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലെ സെൻട്രൽ ആറ്റം ആയിട്ടുള്ള ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2 6 അല്ലേ. അപ്പോൾ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ? 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ സെൻട്രൽ ആറ്റം ആയിട്ടുള്ള ഈ ഓക്സിജൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാം. ഓക്സിജനിൽ 1 2 3 4 5 6 ഇങ്ങനെ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ അടുത്ത് ഉള്ളത്, ഓക്സിജൻ്റെ അടുത്തുള്ളത്. ഇനി 2 ഹൈഡ്രജനുമായിട്ടാണ് ഓക്സിജൻ ബോണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ഹൈഡ്രജൻ ഇവിടെ കൊടുക്കാം. എവിടെ കൊടുക്കണം എന്നറിയോ? ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ അതിൻ്റെ അടുത്താണ് ഹൈഡ്രജൻ ബോണ്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഓരോ ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഹൈഡ്രജൻ വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആ ഓരോ ഇലക്ട്രോൺ കൊണ്ട് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. ഇതാ ഒരു ബോണ്ട്, ഇതാ ഒരു ബോണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ മൊത്തം എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് വാട്ടറിൽ? എത്ര ഉണ്ട്? 1 2 3 and 4 വാലൻസ് ഇലക്ട്രോൺ പെയേഴ്സ് ആണ് ഉള്ളത് അല്ലേ. അതിൽ എത്ര ബോണ്ട് പെയർ, എത്ര ലോൺ പെയർ? ഇതാ 2 ബോണ്ട് പെയർ അല്ലേ. 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്ത് 2 ബോണ്ട് പെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. എത്ര ലോൺ പെയർ ഉണ്ട്? ഇതാ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാതെ 4 ഇലക്ട്രോൺസ് ഇവിടെ നിൽക്കുന്നുണ്ട്, അതായത് 2 ലോൺ പെയേഴ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 വാലൻഷ്യൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 2 ലോൺ പെയേഴ്സും ഉണ്ട്, 2 ബോണ്ട് പെയേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെട്രാഹീഡ്രൽ ജോമെട്രി ഇതിന് കിട്ടുന്നില്ല. പകരം മറ്റൊരു ഷേപ്പാണ് കിട്ടുന്നത്. ഈ ലോൺ പെയർ റിപ്പൽഷനും ഇവിടെ പ്രശ്നമാണ്, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനും ഒക്കെ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ കുറച്ച് ഭേദം ഏതാണ്? 2 ബോണ്ട് പെയറുകൾ അടുത്ത് നിന്നാൽ വലിയ തകരാറില്ല, കാരണം അവർ തമ്മിലുള്ള റിപ്പൽഷൻ മറ്റ് 2 റിപ്പൽഷനെ അപേക്ഷിച്ച് കുറവാണ്. നമ്മൾ പഠിച്ചതൊന്ന് ഓർക്കണം, എപ്പോഴും അത് ഓർക്കണം. 2 ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ആരാണ്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അതിലും കുറവാണ്. 2 ബോണ്ട് പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ. അപ്പോൾ ഇവരുടെ ടെൻഡൻസി എങ്ങനെയാവുമെന്ന് വെച്ചാൽ 2 ബോണ്ട് പെയറുകൾ അടുത്ത് വന്നാൽ വലിയ പ്രശ്നമില്ല, പക്ഷേ 2 ലോൺ പെയറുകൾക്ക് അടുത്ത് വരാൻ സാധിക്കില്ല. അപ്പോൾ ഇവരുടെ ഷേപ്പ് എങ്ങനെ വരികയെന്നറിയോ? ഓക്സിജൻ ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ വരും, ഇവിടെ 2 ലോൺ പെയേഴ്സ് നമുക്ക് ഇങ്ങനെ കാണിക്കാം. കാണിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ വെറുതെ ഡോട്ട് ഇട്ട് വെച്ചാലും മതി. ഇങ്ങനെ സർക്കിൾ വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ്. ഇവിടെ ഈ ഷേപ്പിന് നമ്മൾ എന്തെന്നാ പഠിച്ച പേര്? ബെൻഡ് ഷേപ്പാണ് അല്ലേ. ബെൻഡ് ഷേപ്പാണ്. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? സാധാരണ ടെട്രാഹീഡ്രലാണെങ്കിൽ നമുക്കറിയാം 104.5 ഡിഗ്രിയാണ്, 109.5 ഡിഗ്രിയാണ് ശരിക്ക് ഇവിടെ ടെട്രാഹീഡ്രലാണെങ്കിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണെന്നറിയോ? 104.5 ഡിഗ്രിയാണ്. അപ്പോൾ 109.5 ഡിഗ്രി ആവുന്നതിന് പകരം ഇവർ ആ ബോണ്ട് ആംഗിൾ ഒന്ന് ചുരുങ്ങി 104.5 ഡിഗ്രി ആവുന്നു. എന്തിനാണ് അങ്ങനെ ചുരുക്കുന്നത്? ബോണ്ട് ആംഗിൾ എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്തത്? ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ പെയേഴ്സ്. ഈ ലോൺ പെയറും അതുപോലെ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ പരമാവധി കുറയ്ക്കാനായിട്ട് 2 ബോണ്ട് പെയറുകൾ അടുത്ത് വരുന്നത് കൊണ്ടാണ് ഇവരുടെ ബോണ്ട് ആംഗിൾ 180.5 ഡിഗ്രിക്ക് പകരം 104.5 ഡിഗ്രി ആയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിനെ വിളിക്കുന്ന പേര് ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വി ഷേപ്പ്, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് സെൻട്രൽ ആറ്റമായ ഓക്സിജന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. ഇൻ വാട്ടർ ദ സെൻട്രൽ ആറ്റം ഓക്സിജൻ ഹാസ് 6 വാലൻസ് ഇലക്ട്രോൺസ്. അതിൽ
രണ്ടെണ്ണം ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. ബാക്കി അവിടെ എത്ര ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് 2 ലോൺ പെയേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. Two of them are used for the formation of bonds with hydrogen atoms. The remaining 4 electrons stay as lone pairs. So in total there are 4 valence electron pairs. അപ്പോൾ മൊത്തം അവിടെ 4 valence electron pairs ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിനൊരു ടെട്രാഹീഡ്രൽ ജോമെട്രി ആയിരിക്കും എന്നാണ്. So we expect tetrahedral shape for this molecule. But due to the presence of 2 lone pairs, the shape is bent or angular or inverted V shape, and the bond angle changes from 109.5 degree to 104.5 degree. എന്താ പറഞ്ഞത്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടെട്രാഹീഡ്രൽ ജോമെട്രി ആണെങ്കിലും ഇങ്ങനെ 2 ലോൺ പെയേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യം കാരണം ആ ഷേപ്പ് എന്തായിട്ട് മാറി? ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പ് എന്നൊക്കെ വിളിക്കാം. അങ്ങനെ ഒരു ഷേപ്പായിട്ടാണ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടെ വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 104.5 ഡിഗ്രി. അപ്പോൾ നമ്മളിപ്പോൾ NH3യുടെയും വാട്ടറിൻ്റെയും ഷേപ്പ് എങ്ങനെയാണ് VSEPR തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് കണ്ടത്. അപ്പോൾ ഈ 2 മോളിക്യൂൾസിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇതുപോലെ ഏതൊരു മോളിക്യൂളിനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് മാത്രമേ എഴുതണ്ടൂ? സെൻട്രൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിൽ വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്തു അത്ര ബോണ്ട് പെയേഴ്സ് ഉണ്ടാവും. ബാക്കി ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത അത്രയും ലോൺ പെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ജോമെട്രിയാണ് കിട്ടുക നോക്കുക. അപ്പോൾ ഈ ലോൺ പെയേഴ്സ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കാരണം അതിന് മറ്റൊരു ഷേപ്പാണ്. അങ്ങനെ എഴുതേ വേണ്ടൂ. അപ്പോൾ ഈ NH3യും H2യും നിങ്ങൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഒരു തെറ്റും കൂടാതെ എഴുതാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ VBT എന്നാണ് നമ്മളതിനെ അബ്രിവിയേറ്റ് ചെയ്ത് വിളിക്കുന്നത്. അപ്പോൾ ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ഹിറ്റ്ലറും ലണ്ടനും കൂടിയാണ്. ഈ വാലൻസ് ബോണ്ട് തിയറിക്ക് മുമ്പുള്ള തിയറികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരാരും ഓർബിറ്റൽസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇലക്ട്രോൺസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പോക്റ്റഡ് റൂൾ ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ VSEPR തിയറി ആണെങ്കിൽ 2 തരം ഇലക്ട്രോൺ പെയേഴ്സ് അല്ലെ, ലോൺ പെയർ ബോണ്ട് പെയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻട്രാക്ഷൻ അനുസരിച്ചാണ് മോളിക്യൂൾസിന് ജോമെട്രി കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു തിയറിയും ഓർബിറ്റൽസ് എന്ന കൺസെപ്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. വാലൻസ് ബോണ്ട് തിയറിയാണ് ആദ്യമായിട്ട് ഓർബിറ്റൽസിനെ ഈ ഒരു ബോണ്ടിയിലേക്ക് എടുത്തിടുന്നത്. അതായത് വാലൻസ് ബോണ്ട് തിയറിയിൽ ഓർബിറ്റൽ ഓവർലാപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുക വഴിയാണ് ഒരു കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് എന്നാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി നേരെ അതിൻ്റെ പോസ്റ്റുലേറ്റ്സിലേക്ക് തന്നെ കിടക്കാം. A covalent bond is formed by the overlapping of half-filled orbitals present in the valence shell of the combining atoms. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു കോവാലൻ്റ് ബോണ്ട് എപ്പോഴാണ് ഉണ്ടാവണതെന്നാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടാവുന്നത്? ആറ്റംസിൻ്റെ വാലൻസ് ഷെൽ, അതായത് അവസാനത്തെ ഷെല്ലിലുള്ള മുഴുവൻ ഫില്ലാവാത്ത ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുക വഴി, ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ഒരുമിച്ച് കൂടിച്ചേരുക വഴിയാണ് ഒരു കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവുന്നത്. ഇത് നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കണം, വെറുതെ ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ആറ്റംസിൻ്റെ അവസാനത്തെ ഷെല്ലിലുള്ള മുഴുവൻ ഫില്ലാവാത്ത ഓർബിറ്റലായിരിക്കണം. ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആണ് അല്ലേ. അങ്ങനെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവുന്നത്. ഇനി ആ ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതാണ് അടുത്ത പോസ്റ്റുലേറ്റിൽ പറയുന്നത്. ദ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് മസ്റ്റ് കണ്ടെയ്ൻ ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻസ്. നമുക്കറിയാം ഇലക്ട്രോൺസിന് 2 തരം സ്പിൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ക്ലോക്ക് വൈസ് സ്പിന്നും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിലുള്ള ഇലക്ട്രോൺസിന് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. 2 ക്ലോക്ക് വൈസ് സ്പിന്നുള്ള ഇലക്ട്രോൺസുള്ള ഓർബിറ്റൽസ് തമ്മിൽ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യില്ല. ഓപ്പോസിറ്റ് സ്പിന്നുകളുള്ള ഇലക്ട്രോൺസുള്ള ഓർബിറ്റൽസ് മാത്രമേ ഓവർലാപ്പ് ചെയ്യുള്ളൂ. അതൊരു വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ദ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് മസ്റ്റ് കണ്ടെയ്ൻ ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻസ്. ഇനി
വേറെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്, ആസ് എ റിസൾട്ട് ഓഫ് ഓവർലാപ്പിംഗ് എനർജി ഈസ് റിലീസ്ഡ് ആൻഡ് ഹെൻസ് സ്റ്റെബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇങ്ങനെ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എനർജി പുറത്തേക്ക് വിടുന്നു അല്ലേ, എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എനർജി പുറത്തേക്ക് വിടുമ്പോൾ, എനർജി റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ എനർജി കുറയും. ഊർജ്ജം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, അങ്ങനെ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും അല്ലേ, കൂടുതൽ സ്റ്റേബിൾ ആവും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നല്ല എനർജി ഉണ്ടെങ്കിൽ അല്ലേ, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ വിക്രസൊപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വിശക്കാനൊക്കെ തുടങ്ങി നമ്മുടെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭാഗത്തൊരു മൂലയ്ക്ക് പോയിരിക്കും അല്ലേ, നമ്മൾ വളരെയധികം സ്റ്റേബിൾ ആവും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇവർ ഓവർലാപ്പ്, ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ എനർജി റിലീസ് ചെയ്യപ്പെടും. ആ എനർജി റിലീസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ എനർജി കുറയും, അതുകൊണ്ട് അവർ കൂടുതൽ സ്റ്റേബിൾ ആവും. As a result of overlapping, energy is released and hence stability is increased. ഇനി അടുത്ത പോസ്റ്റുലേറ്റ്, the strength of a bond depends on the extent of overlapping. അതായത് എത്രത്തോളം കൂടുതൽ ഓവർലാപ്പ് ചെയ്യുന്നത്, എത്രത്തോളം നന്നായിട്ടാണോ ഓവർലാപ്പിംഗ് നടന്നിരിക്കുന്നത് ഓർബിറ്റൽസിൻ്റെ, അതിനനുസരിച്ച് അത്രയും സ്ട്രോങ്ങർ ആയിരിക്കും ബോണ്ട്. അപ്പോൾ ഒരു ബോണ്ടിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓവർലാപ്പിംഗ് എത്രത്തോളം നടന്നു എന്നതിനെയാണ്. മനസ്സിലായല്ലോ, ദ സ്ട്രെങ്ത് ഓഫ് എ ബോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ്. ഗ്രേറ്റർ ദ ഓവർലാപ്പ് സ്ട്രോങ്ങർ ഈസ് ദ ബോണ്ട്. നന്നായിട്ട് ഓവർലാപ്പ് ചെയ്താൽ ആ ബോണ്ട് അത്രത്തോളം സ്ട്രോങ്ങർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു തിയറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ആറ്റംസൊക്കെ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹിയർ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ഒക്കർ ഓൺലി ഇഫ് ഇറ്റ് ഈസ് അക്കംപനീഡ് ബൈ ഡിക്രീസ് ഓഫ് എനർജി. അപ്പോൾ അല്ലാതെ വെറുതെ ഒന്നും ഒരു ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കില്ല. അങ്ങനെ പങ്കെടുക്കുന്നത് കൊണ്ട് എനർജി റിലീസ് ചെയ്യാൻ പറ്റും, അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ ആറ്റംസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുള്ളൂ എന്നാണ് ഈ VBT പറയുന്നത്. ഇനി നമുക്കിനി ഈ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ച് എങ്ങനെയാണ് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വേറൊരു മോളിക്യൂൾസിനെ ഇപ്പോൾ പഠിക്കാനില്ല, നമുക്ക് ആകെ പഠിക്കാനുള്ളത് വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ച് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ മാത്രമാണ് കേട്ടോ. നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ നോക്കാം. Consider two hydrogen atoms A and B having the nuclei Na and Nb and the corresponding electrons Ea and Eb respectively. അതായത് അപ്പോൾ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കൺസിഡർ ചെയ്യാണ്. ഒരാറ്റത്തിനെ നമുക്ക് എ എന്നും ഒരാളെ നമുക്ക് ബി എന്നും നെയിം ചെയ്യാം. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം എയിലുള്ള ന്യൂക്ലിയസിനെ നമ്മൾ Na എന്ന് വിളിക്കുന്നു, അതിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ Ea എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ബി എന്ന ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ന്യൂക്ലിയസിനെ നമ്മൾ Nb എന്നും അതിലുള്ള ഇലക്ട്രോണിനെ Eb എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ആറ്റംസും ഒരുപാട് ദൂരെയാണ്, അവർ അകന്നകന്ന് നിൽക്കുകയാണെങ്കിൽ അവർ തമ്മിൽ യാതൊരു വിധത്തിലും ഇൻട്രാക്ഷനും ഇല്ല, അതായത് അട്രാക്ഷനും ഇല്ല, റിപ്പൽഷനും ഇല്ല, ഒരു ബന്ധവുമില്ല. അപ്പോൾ അവർ വളരെ അകന്നാ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ആ സമയത്ത് നമ്മൾ അവരുടെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ടാണ് എടുക്കാറുള്ളത്. തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ലാത്തതുകൊണ്ട് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം അറ്റ് ദിസ് സ്റ്റേജ് ക്യാൻ ബി ടേക്കൺ ആസ് 0. ഇനി ഇവർ അടുത്തടുത്ത് വരാൻ തുടങ്ങുമ്പോൾ, ഈ അകലെ നിൽക്കുന്ന ആൾക്കാർ അടുത്തടുത്ത് വരാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ രണ്ട് തരം ഇൻട്രാക്ഷൻസും ഉണ്ട്, അതായത് റിപ്പൾസീവ് ഇൻട്രാക്ഷൻസും ഉണ്ട്, അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസും ഉണ്ട്. അല്ലാതെ റിപ്പൾഷൻ മാത്രം അട്രാക്ഷൻ മാത്രമല്ല, രണ്ടും ഉണ്ട്. അവരുടെ ആകർഷണം തമ്മിലുണ്ട്, അതേപോലെ തന്നെ വികർഷണവും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഒരു കേസ് തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ +1 വന്നപ്പോഴൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു അല്ലേ, സ്കൂളിൽ വന്നിട്ടുള്ള ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ 10th ഫ്രണ്ട്സിനെയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫസ്റ്റ് +1 ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രണ്ട്സൊക്കെ കുറവായിരിക്കും. അപ്പോൾ ആരോട് കൂടണം, ആരോട് കൂടരുത്, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു ക്ലാഷ് നടക്കുമായിരിക്കും. അപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും, എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇവരോട് എനിക്ക് റിപ്പൽഷൻ തോന്നും അല്ലേ. ചിലവരെ നമുക്ക് തീരെ ഫ്രണ്ട്സായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ ചിലരുണ്ട്, അവർക്കും ഉണ്ടാവും ചില ഡീമെറിറ്റ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മളുണ്ടല്ലോ അവരുടെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ആയിരിക്കും കൂടുതൽ കാണുക. ഇത് ആൾ കൊള്ളാലോ, എന്നെ പോലെ തന്നെ കുറേ ക്വാളിറ്റീസൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ പറ്റിയ ആളാണ് അല്ലേ. അങ്ങനെ നമ്മൾ അവരുടെ പോസിറ്റീവ്സ് കൂടുതൽ കണ്ട് നമ്മൾ അവരോട് നല്ലൊരു ബോണ്ട് ഫോം ചെയ്യും, അതായത് നമ്മൾ അവരോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ അവരുടെ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ നമ്മൾ കാണുന്നത് അവരുടെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് നിലനിൽക്കുന്നത്.
അപ്പോൾ അതേപോലെ നമ്മുടെ ഈ ഹൈഡ്രജൻ എയും ഹൈഡ്രജൻ ബിയും പരസ്പരം അടുത്തടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സസും ഉണ്ടാവും, റിപ്പൾസീവ് ഫോഴ്സസും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് അവരുടെ ഇടയിൽ ഉണ്ടാവുന്നത് നോക്കാം. ഫസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഓഫ് ദ സെയിം ആറ്റം. അതായത് ഇപ്പോൾ നമ്മൾ ഹൈഡ്രജൻ എ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ എയിലുള്ള ന്യൂക്ലിയസും അതിൽ തന്നെയുള്ള ഇലക്ട്രോണും തമ്മിൽ ഒരു ആകർഷണം അല്ലേ, കാരണം അവർ ഓപ്പോസിറ്റ് ചാർജാണ്. അപ്പോൾ ന്യൂക്ലിയസ് എയും ഇലക്ട്രോൺ എയും എയുടെ ഉള്ളിൽ തന്നെയുള്ള ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലൊരു ആകർഷണം ഉണ്ടാവും. അതുപോലെ ഹൈഡ്രജൻ ബിയിലും ഉണ്ട് അല്ലേ, ബിയിലും ന്യൂക്ലിയസും ഇലക്ട്രോണും ഒക്കെ ഉണ്ട്. അപ്പോൾ ബിയിലുള്ള ന്യൂക്ലിയസും ബിയിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണം, അതാണ് നമ്മുടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഓഫ് ദ സെയിം ആറ്റം. സ്പെസിഫൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ് NaEA, അതായത് ന്യൂക്ലിയസ് ഓഫ് എ വിത്ത് ഇലക്ട്രോൺ ഓഫ് എ. അവർ ഓപ്പോസിറ്റ് ചാർജസ് ആണ്, അവർ തമ്മിലുള്ള അട്രാക്ഷൻ. അതേപോലെ ന്യൂക്ലിയസ് ഓഫ് ബി ആൻഡ് ഇലക്ട്രോൺ ഓഫ് ബി, അവർ തമ്മിലുള്ള അട്രാക്ഷൻ. പിന്നെ ഒരു അട്രാക്ഷൻ എങ്ങനെയാണ്? ബിറ്റ്വീൻ ദി ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ്. അതായത് എയുടെ ന്യൂക്ലിയസിന് ബിയുടെ ഇലക്ട്രോണിനോട് തോന്നുന്ന താല്പര്യം, അതേപോലെ തന്നെ ബിയുടെ ന്യൂക്ലിയസിന് എയുടെ ഇലക്ട്രോണിനോട് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ. അങ്ങനെ രണ്ട് തരം അട്രാക്റ്റീവ് ഫോഴ്സസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഈ അട്രാക്റ്റീവ് ഫോഴ്സസ് മാത്രമല്ല, ചില റിപ്പൾസീവ് ഫോഴ്സസും അവിടെ ഉണ്ടായി തുടങ്ങുന്നു. എന്തൊക്കെയാണ് റിപ്പൾസീവ് ഫോഴ്സസ് എന്നറിയോ? റിപ്പൾസീവ് ഫോഴ്സ് ഇസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് ഓഫ് ദി ടു ആറ്റംസ്. രണ്ടിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ പരസ്പരം വികർഷണം ഉണ്ടാവും. അതായത് എയിലുള്ള ഇലക്ട്രോണും ബിയിലുള്ള ഇലക്ട്രോൺ രണ്ടുപേരും ഒരേ ചാർജാണ് അല്ലേ, അപ്പോൾ അവർ തമ്മിലൊരു വികർഷണം ഉണ്ടാവും. അതേപോലെ തന്നെ ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ദി ടു ആറ്റംസ്, അതായത് എയിലുള്ള ന്യൂക്ലിയസും അതേപോലെ തന്നെ ആരാണ് ബിയിലുള്ള ന്യൂക്ലിയസും തമ്മിലും ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അതായത് ഇവർ രണ്ടുപേരും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ റിപ്പൾഷൻ ഇസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ടു ആറ്റംസ് ആസ് വെൽ ആസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് ഓഫ് ദി ടു ആറ്റംസ്. അപ്പോൾ ഇങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സസും റിപ്പൾസീവ് ഫോഴ്സസും രണ്ട് തരം ഫോഴ്സസ് ഉണ്ടെങ്കിലും ഈ എയും ബിയും അടുത്ത് വരുമ്പോൾ ആദ്യം അട്രാക്റ്റീവ് ഫോഴ്സാണ് റിപ്പൾസീവ് ഫോഴ്സിനേക്കാൾ ശക്തമായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളാണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരാളുമായിട്ട് നല്ല കൂട്ടുകൂടാൻ ശ്രമിക്കുമ്പോൾ എന്താണ്, നമ്മൾ അവരുടെ ഗുഡ് ക്വാളിറ്റീസ് മാത്രമാണ് കാണുക അല്ലേ, കുറച്ചൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമ്മളത് കണ്ണടയ്ക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഇൻ ദ ബിഗിനിങ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് ഇസ് ഗ്രേറ്റർ ദാൻ റിപ്പൾസീവ് ഫോഴ്സസ്. As a result, the two atoms go on approaching each other and the energy of the system goes on decreasing. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താ ചെയ്യുക? ഈ ആറ്റംസിനെ പരസ്പരം അടുത്തടുത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലേ. റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിലോ ഇവരെ പരസ്പരം അകറ്റി നിർത്താനും ശ്രമിക്കും. അപ്പോൾ തുടക്കത്തിൽ ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് റിപ്പൾസീവ് ഫോഴ്സിനേക്കാൾ ശക്തി കൂടുന്നത് കൊണ്ട് ഇവർ പരസ്പരം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് ആ സിസ്റ്റത്തിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാ പറയുന്നത് ആസ് എ റിസൾട്ട് ദ ടു ആറ്റംസ് ഗോ ഓൺ എന്നാണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഗോ ഓൺ അപ്രോച്ചിങ് ഈച്ച് അതർ ആൻഡ് എനർജി ഓഫ് ദ സിസ്റ്റം ഗോസ് ഓൺ ഡിക്രീസിങ്. അങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഒരു പ്രത്യേക പോർഷനിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ആ അട്രാക്റ്റീവ് ഫോഴ്സും അതേപോലെ റിപ്പൾസീവ് ഫോഴ്സും പരസ്പരം ബാലൻസ് ആവും, ഏകദേശം ഈക്വൽ ആവും. അതായത് നമ്മൾ വളരെയധികം അടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ക്വാളിറ്റീസ് മാത്രമല്ല ചില നെഗറ്റീവ് ആയിട്ടുള്ളതും അവരുടെ അടുത്തുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇവർ പരസ്പരം അടുത്ത് വരുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സിന് പുറമേ അവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സസും ഉണ്ടായി തുടങ്ങും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലെത്തുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഈക്വൽ ആവും. ഈ ഒരു പോയിൻ്റ്, ആ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും മിനിമം എനർജിയുള്ള പോയിൻ്റ്. ആ ഏറ്റവും മിനിമം എനർജിയുള്ള പോയിന്റിലാണ് ആ ആറ്റംസ് തമ്മിൽ ബോണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവരുടെ ന്യൂക്ലിയസിൻ്റെ ഇടയിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് പരസ്പരം അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടാകുമ്പോൾ അവർ അടുത്തടുത്ത് വരുന്നു. അങ്ങനെ അടുത്തടുത്ത് വന്നിട്ട് എപ്പോഴാണോ അട്രാക്റ്റീവ് ഫോഴ്സും അതുപോലെ റിപ്പൾസീവ് ഫോഴ്സും ബാലൻസ് ചെയ്യപ്പെടുന്നത് അപ്പോഴാണ് അവർ ഏറ്റവും മിനിമം എനർജി അറ്റൈൻ ചെയ്യുന്നത്. ആ മിനിമം എനർജി അറ്റൈൻ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ പോയിന്റിൽ രണ്ട് ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എനർജി പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ എനർജി ഈസ് റിലീസ്ഡ് ആൻഡ് ദിസ് എനർജി റിലീസ്ഡ് ഈസ് കോൾഡ് ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ഇങ്ങനെ ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന ആ ഒരു എനർജിയെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ബോണ്ട് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഈ കേസിൽ കേട്ടോ, ഫോർമേഷൻ ഓഫ് മോളിക്യൂൾസിൻ്റെ കേസിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ആറ്റംസ് പരസ്പരം കൂടിച്ചേരുമ്പോൾ പുറത്തേക്ക് വിടുന്ന എനർജിയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഗ്രാഫ് പരിശോധിക്കാം. ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. മുമ്പ് 2-3 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ആദ്യം നോക്കൂ, ഇത് എന്തൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ് നോക്കൂ. എനർജി വേഴ്സസ് ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് അല്ലേ. നമ്മുടെ എക്സ് ആക്സിസിലുള്ളത് ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്, വൈ ആക്സിസിൽ എനർജിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങേണ്ടത് കേട്ടോ. ഈ പോയിൻ്റ് പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ പറഞ്ഞില്ലേ 2 ഹൈഡ്രജൻ ആറ്റംസും വളരെ അകലെ ആവുമ്പോൾ അവർ തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല. അപ്പം നമ്മൾ അവരുടെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ടാണ് എടുക്കുക എന്ന് പറഞ്ഞു. ആ ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ് ഇത് കണ്ടോ. ഇവിടെ വാല്യൂ ഓഫ് എനർജി ഈസ് 0, അത് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഈ ആറ്റംസ് പരസ്പരം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് സംഭവിക്കും ഈ എനർജിക്ക്? എനർജി ഇതേ ഇങ്ങനെ കാണുന്ന പോലെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഈ പർട്ടിക്കുലർ പോയിന്റ് ശ്രദ്ധിക്കുക. ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ വെച്ചിട്ടാണ് ആ 2 ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്തത്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്. ഏറ്റവും മിനിമം എനർജി ഉള്ള ഒരു പോയിൻ്റാണത് അല്ലേ. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് ഒരു ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ 2 ആറ്റംസും ഹൈഡ്രജൻ എയും ബിയും തമ്മിലുള്ള ഈ ന്യൂക്ലിയസിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങനെ 2 ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റിലും നമ്മുടെ സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റിലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അക്കോർഡിംഗ് ടു ബാലൻസ് ബോണ്ട് തിയറി, വെൻ 2 ഹൈഡ്രജൻ ആറ്റംസ് ഫോം എ ബോണ്ട്, ദേ 1s ഓർബിറ്റൽ ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം ഗെറ്റ്സ് ഓവർലാപ്ഡ് വിത്ത് ദി 1s ഓർബിറ്റൽ ഓഫ് അതർ ഹൈഡ്രജൻ ആറ്റം. ഇനി അവർ ആ 1s ഓർബിറ്റലുകൾ തമ്മിലുള്ള ഓവർലാപ്പിംഗ് എത്രത്തോളം കൂടുതലാകുന്നോ അത്രത്തോളം സ്ട്രോങ്ങർ ആയിരിക്കും അവർ തമ്മിലുള്ള ബോണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ ഒരു പോയിന്റിന് ശേഷം നമ്മുടെ ഗ്രാഫ് അവസാനിച്ചിട്ടില്ലേ, മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അതെന്താ കാണിക്കണമെന്നറിയോ? ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഇനിയും ഇവർ കൂടുതൽ ഈ 2 ആറ്റംസും അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കില്ല കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ റിപ്പൽഷൻ ഓവർകംസ് അവർ അട്രാക്റ്റീവ് ഫോഴ്സസ്. അട്രാക്റ്റീവ് ഫോഴ്സസിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് അവിടെ വികർഷണം വരും. അപ്പോൾ അവർ തമ്മിൽ കൂടുതൽ അകന്നു പോവുകയാണ് ചെയ്യുക. അതായത് അവിടെ എനർജി ഗോസ് ഓൺ ഇൻക്രീസിങ്. അതുകൊണ്ടാണ് ആ ഗ്രാഫ് പിന്നെ മുകളിലേക്ക് പോകുന്നത്. ഹൈഡ്രജൻ്റെ ബോണ്ട് ലെങ്ത് എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ലെങ്ത് ആണ് 74 പൈക്കോമീറ്റർ കേട്ടോ. ഇനി നമ്മൾ പഠിച്ച മറ്റൊരു ടേമാണ് ബോണ്ട് എൻതാൽപ്പി. ഇപ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ 2 ഹൈഡ്രജൻ ആറ്റംസ് കൂടിച്ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂൾ ആകുമ്പോൾ എനർജി പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലേ. അങ്ങനെ പുറത്തേക്ക് വിടുന്ന എനർജിയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിക്കൂ. അവർ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി എനർജി പുറത്തേക്ക് വിടുകയാണ് ചെയ്തത് അല്ലേ. എന്നാൽ നമ്മൾ അത്രയും ഈക്വൽ എമൗണ്ട് ഓഫ് എനർജി ആ ഹൈഡ്രജൻ മോളിക്യൂളിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, അതായത് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എത്ര എനർജി റിലീസ് ചെയ്തോ അത്രയും എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ആ സിസ്റ്റത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 മോൾ ഓഫ് ബോണ്ട്. ഒരു മോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഹൈഡ്രജൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് 435.8 കിലോ ജൂൾസ് പെർ മോൾ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്ന് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാക്കുമ്പോൾ 435.8 കിലോ ജൂൾസ് എനർജിയാണ് പുറത്തേക്ക് വിടുന്നത്. നേരെ മറിച്ച് നമ്മൾ 435.8 കിലോ ജൂൾസ് എനർജി ഈ ഹൈഡ്രജൻ മോളിക്യൂളിന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങോട്ട് എനർജി കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ബ്രേക്ക് ചെയ്ത് 2 കഷ്ണങ്ങളായി 2 ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓർബിറ്റൽസിൻ്റെയൊക്കെ പലതരം ഓവർലാപ്പിങ്ങിനെയൊക്കെ പറ്റിയിട്ടാണ്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.